भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. പ്രത്യക്ഷ ഭഗവത് സ്വരൂപമായ ശ്രീമദ് ഭാഗവതം, ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ഇന്ന് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ 661 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദശമസ്കന്ധം ഉത്തരാർദ്ധം 68 അധ്യായത്തിലെ 29 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ തങ്ങളുടെ അടുത്തെത്തിയ ബലരാമസ്വാമി ഉഗ്രസേന മഹാരാജാവിൻ്റെ ആജ്ഞയെ അവിടെ അറിയിച്ചപ്പോൾ പാമ്പിന് പാൽ കൊടുത്താൽ കൊടുത്തവർക്ക് തന്നെ ഉപദ്രവമുണ്ടാവും എന്ന മട്ടിൽ യാദവന്മാരെ മുഴുവൻ, പ്രത്യേകിച്ച് രാമകൃഷ്ണന്മാരെ ആക്ഷേപിച്ച ദുര്യോധനൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിശുബ്രഹ്മർഷി പറയുകയാണ്, ജന്മബന്ധുശ്രിയോന്നദ്ധമദാസ്തേ ഭരതർഷഭ ആശ്രാവ്യരാമം ദുർവാച്യമസഭ്യാപുരമാവിശൻ. ജന്മബന്ധുശ്രിയ, ജന്മം കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള ശ്രീ കൊണ്ട്, ഉന്നദ്ധമത ഉത്കടമായ അഹങ്കാരത്തോടുകൂടിയ, അസഭ്യാത്തെ ദുർജനങ്ങളായ, ഒട്ടും തന്നെ സഭ്യന്മാരല്ലാത്ത അവരെ, ആ ആളുകൾ ഭരതർഷഭ അല്ലയോ പരീക്ഷത്തെ, ദുർവാച്യം ഒട്ടും തന്നെ നല്ലതല്ലാത്ത പരുഷമായ വാക്യത്തെ രാമനെ ആശ്രാവ്യ, രാമനെ കേൾപ്പിച്ചിട്ട് പുരം ആവിശൻ, പുരത്തിലേക്ക് പ്രവേശിച്ചു. അവര് ബലരാമനോട് ഇങ്ങനെ പറഞ്ഞു, ബലരാമനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഉടനെ രാജധാനിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ദൃഷ്ട്വാ കുരൂണാം ദൗശീല്യം ശ്രുത്വാ വാച്യാനി ചാച്യുത അവോചൽ കോപസംരബ്ധോ ദുഷ്പ്രേക്ഷ്യ പ്രഹസന്മുഹു. അച്യുത നാശമില്ലാത്ത, ദുഷ്പ്രേക്ഷ്യ ആ ഒരു കാലത്തും പരാജയം സംഭവിക്കാത്ത രാമൻ, കുരൂണാം ദൗശീല്യം കൗരവന്മാരുടെ ഈ ദുഷ്ടതയെ, ദുസ്വഭാവത്തെ കണ്ടിട്ട്, അവാച്യാനി ദുർഭാഷണങ്ങളെ കേട്ടിട്ട്, ശ്രുത്വ ദൃഷ്ട്വ കണ്ടിട്ടും കേട്ടിട്ടും, കോപസംരബ്ധ ഏറ്റവും കോപമുള്ളവനായി, മുഹു പ്രഹസൻ അവിടെ പല പ്രാവശ്യം ഉച്ചത്തിൽ ചിരിച്ചും കൊണ്ട്, അട്ടഹസിച്ചും കൊണ്ട്, അവോചൽ തിരിച്ചു പറഞ്ഞു.
നൂനം നാനാമതോന്നദ്ധാ ശാന്തിം നേച്ഛത്യസാധവ തേഷാം ഹി പ്രശമോ ദഡ്ഡ പശൂനാം ലഘുഡോ യഥാ. പലതരത്തിലുള്ള മതങ്ങളെ കൊണ്ട് ഗർവിഷ്ഠരായ അസാധുക്കളായ നിങ്ങൾ ശാന്തിം നയിച്ചതി, നിങ്ങൾക്ക് ശാന്തി ഒരിക്കലും അർഹതയില്ലാത്തതാണ്. പശൂന മൃഗങ്ങൾക്ക് ലഘുഡ യഥ വടി എന്നതുപോലെ തേഷാം അവർക്ക് ദണ്ഡം തന്നെ പ്രശമഹ നൂനം പ്രകർഷേണ ശമത്തെ ഉണ്ടാക്കും. നല്ല അടി കൊടുത്താലേ മൃഗങ്ങളെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കുള്ളൂ. ധനം കൊണ്ടും ബന്ധുജന ആ കേമത്വം കൊണ്ടുമൊക്കെ ഗർവുണ്ടായിരിക്കണോ നിങ്ങൾക്ക്? ഇത് ദുർജനങ്ങളുടെ സ്വഭാവമാണ്. അങ്ങനെയുള്ള ആളുകളുമായി ശാന്തി മാർഗം പറഞ്ഞത് ശരിയല്ല എന്ന് ദുഷ്ടമൃഗങ്ങളെ ഇണങ്ങണമെങ്കിൽ എന്ത് വേണം? നല്ല അടി കൊടുക്കണം. ഇതേപോലെ ഇവരുടെ മതം ശമിക്കണമെങ്കിൽ ഇവർക്ക് നേരെ നല്ല ദണ്ഡം ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അഹോ യദൂൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈ സാന്തയിത്വാഹമേതേഷാം ശമമിച്ഛൻ നിഹാഗത. സുസംരബ്ധാൻ ഏറ്റവും ദ്വേഷത്തോടു കൂടിയിരിക്കുന്ന യാദവന്മാരെയും എന്തിന് കുപിതം കൃഷ്ണൻ ച ദേഷ്യപ്പെട്ട കൃഷ്ണനെയും ശനൈ മെല്ലെ മെല്ലെ സാന്ത്വയിത്വ സമാധാനിപ്പിച്ച് ഞാൻ ഇവരുടെ ശമം ആഗ്രഹിച്ചും കൊണ്ട് ഏതേഷാം ശമം ഇച്ഛൻ ഇഹ ആഗത ഇവിടെ വന്നു. അഹോ കഷ്ടം, ഇവരുടെ ദുഷ്പ്രവൃത്തി. യാദവന്മാരെയും എന്തിന് കൃഷ്ണനെയും, കൃഷ്ണൻ പറഞ്ഞതാണ് യുദ്ധത്തിന് പോവാൻ, പക്ഷേ യുദ്ധം വേണ്ട എന്ന് താൻ പറഞ്ഞ് കൃഷ്ണനെ സമാധാനിപ്പിച്ച് ഉദ്ധവനോടുകൂടി ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ആ മനസ്സിനെ അതൊരു ദൗർബല്യമാക്കി കണക്കാക്കി, ഞങ്ങളെ ശക്തരല്ല എന്ന് വിചാരിച്ചു. അതാണ് ത ഇമേ മന്ദമതയാ കലഹാഭിരതാ ഖല തം മാമവജ്ഞായ മുഹുർദുർഭാഷാൻ മാനിനോ ബ്രുവൻ. കലഹാഭിരത കലഹത്തിൽ താല്പര്യമുള്ള ഖല ദുഷ്ടന്മാരും മന്ദമതയ ബുദ്ധിയില്ലാത്തവരുമായ തേ ഇമേ ആ ഇവർ തം മാം ആ ശമം വേണമെന്ന് ആഗ്രഹിച്ചുവെന്ന എന്നെ അവജ്ഞായ അപമാനിച്ച് അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞ് മാനിനഹ അഭിമാനികളായിട്ട് മുഹു പിന്നെയും ദുർഭാഷാൻ അബ്രുവൻ പലതരത്തിൽ ദുർവാക്കുകൾ കൊണ്ട് എന്നെ വീണ്ടും ഇത്തരത്തിൽ അപമാനിച്ചു. നോഗ്രസേന കില വിഭുർ ഭോജവൃഷ്ണ്യന്ധകേശ്വര ശക്രാദയോ ലോകപാല യസ്യാദേശാനുവർത്തിന ഭോജവൃഷ്ണ്യന്ധകേശ്വര ഭോജന്മാരുടെയും വൃഷ്ടികളുടെയും അന്ധകന്മാരുടെയും ഒക്കെ സ്വാമിയായ ഉഗ്രസേനൻ ന വിഭൂകില സമർത്ഥനല്ലാത്രേ. ശക്രാദയ ഇന്ദ്രൻ മുതലായ ലോകപാലന്മാർ ആരുടെ ആദേശാനുവർത്തികളാണോ അങ്ങനെയുള്ള യേന യാതൊരുവനാൽ സുധർമ്മ ആരാക്കൊണ്ടാണോ സുധർമ്മ എന്നു പേരുള്ള ഇന്ദ്രസഭ ആക്രമ്യതയെ ആക്രമിക്കപ്പെടുന്നു. അമരാംഘ്രിപ ദേവന്മാരുടെ വൃക്ഷമായ പാരിജാതം ആനീയ കൊണ്ടുവന്നിട്ട് അതിനെ തൻ്റേതാക്കി മാറ്റുന്നു. ഭുജ്യതയെ ഭുജിക്കുന്നു. സ അസൗ അവൻ ആരെ? ശ്രീകൃഷ്ണൻ അധ്യാസനാർഹണ സമാനമായ സിംഹാസനത്തിന് യോഗ്യൻ അല്ല. ഇങ്ങനെയൊക്കെയാണ് പറയണത് അല്ലേ? ഭോജന്മാര്, വൃഷ്ണികള്, അന്ധകന്മാര് ഇവരുടെ അധിപതിയായ ഉഗ്രസേനൻ നിങ്ങൾക്ക് ആ ആജ്ഞ കൽപ്പിക്കാൻ അർഹനല്ല. നോക്കൂ, ഇന്ദ്രാദി ലോകപാലന്മാര് ആരുടെ പ്രവൃത്തി അനുസരിച്ചാണോ, ആരുടെ സങ്കല്പം അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? ആരാണ് സുധർമ്മ എന്നു പേരുള്ള ദേവസഭയിൽ പ്രവേശിച്ച് പാരിജാത വൃക്ഷം കൊണ്ടുവന്ന് സ്വന്തം രാജധാനിയിൽ സ്ഥാപിച്ചത്? ദേവലോക സുഖം ഈ ലോകത്തിൽ അനുഭവിക്കുന്നത്? അത്രത്തോളം യോഗ്യനായ ശ്രീകൃഷ്ണൻ മനുഷ്യലോകത്തിലെ രാജാവിരിക്കുന്ന സിംഹാസനത്തിന് അർഹനല്ല എന്നാണ് നിങ്ങൾ പറയണത് അല്ലേ? യസ്യ പാദയുഗം സാക്ഷാൽ ശ്രീരൂപാസ്തേ അഖിലേശ്വരി സനാർഹതി കില ശ്രീശോ നരദേവ പരീക്ഷതാൻ. യസ്യ പാദയുഗം അഖിലേശ്വരി സാക്ഷാൽ ശ്രീ ഉപാസ്തേ
ആരുടെ പാദദ്വയങ്ങളെ, പാദയുഗ്മങ്ങളെ, ആ ചരണാരവിന്ദങ്ങളെ എല്ലാത്തിൻ്റെയും ഈശ്വരിയായ ലക്ഷ്മി ഭഗവതി ഉപാസിക്കണു. സ ശ്രീശ, ആ ശ്രീശൻ, ആ ലക്ഷ്മീവല്ലഭൻ, അങ്ങനെയുള്ള ആ ഭഗവാൻ നരദേവ പരീക്ഷതാൻ അർഹതി കില, രാജാവിൻ്റെ അടയാളങ്ങളെ അർഹിക്കുന്നില്ല എന്നല്ലേ നീ പറയണത്? ശരി. യസ്യാഘ്രി പങ്കജരജോഖില ലോകപാലൈ മൗലുത്തമൈർധൃതമുപാസിത തീർത്ഥതീർത്ഥം ബ്രഹ്മാ ഭവോഹമപി യസ്യ കലാകലായാ ശ്രീശ്ചോദ്വഹേമ ചിരമസ്യ നൃപാസനം ക്വാ. അഖില ലോകപാലൈ, സമസ്ത ലോകപാലന്മാരാലും മൗല്യുത്തമൈ, മൗലിയുക്തങ്ങളായ ശിരസ്സുകൾ കൊണ്ട് ആരുടെ ഉപാസിത തീർത്ഥതീർത്ഥം, ഉപാസിക്കപ്പെട്ട തീർത്ഥങ്ങളോടുകൂടിയവർക്കും തീർത്ഥമായിരിക്കുന്ന അഘ്രിപങ്കജരജ, താമരപ്പൂ പോലെ ഇരിക്കുന്ന പാദത്തിലെ പൊടി ധരിക്കുന്നുവോ, യസ്യ കലായ കല, യാതൊരുവൻ്റെ കലയുടെ അംശങ്ങളായിരിക്കുന്ന ബ്രഹ്മാവ്, ഭവ മഹാദേവൻ, അഹം അപി ഞാനും, ശ്രീദേവിയും, ചിരം വളരെ കാലമായിട്ട്, ഉദ്വഹേമ അസ്യ നൃപാസനം ക്വ, അല്ലേ, അവനും രാജസിംഹാസനം എവിടെ, അല്ലേ, അതല്ലേ നീ പറയണത്? ഇന്ദ്രാദി ദിക്പാലകന്മാരൊക്കെ അവരുടെ കിരീടത്തിൽ, ആ കിരീടം അലങ്കരിക്കുന്ന ശിരസ്സുകൊണ്ട് ആരുടെ പാദത്തിലേക്കാ ചെന്ന് വീണത്? ആരുടെ പാദധൂളികളെയാണ് സ്വീകരിക്കുന്നത്? ആരെയാണോ സാഷ്ടാംഗം നമസ്കരിക്കുന്നത്? സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് പരിശുദ്ധരായിരിക്കുന്ന യോഗീശ്വരന്മാർ പോലും ആരുടെ പാദരജസ്സിനെ തീർത്ഥങ്ങളുടെ തീർത്ഥമായി കണ്ട് സ്വീകരിക്കുന്നു. അങ്ങനെ ആ സകല തീർത്ഥങ്ങളിലും ശ്രേഷ്ഠമായ ഭാഗീരഥിക്ക് ആരുടെ പാദധൂളിയുടെ സംഗമം കൊണ്ടാണ് പതിത പാവനിയായി മാറാൻ സാധിച്ചത്? യാതൊരുവൻ്റെ അംശഭൂതരാണ് ഞാനും ബ്രഹ്മാവും മഹാദേവനും ഒക്കെ തന്നെ. ആ ശ്രീകൃഷ്ണൻ മനുഷ്യരാജസിംഹാസനത്തിന് യോഗ്യതയില്ല എന്ന്, അല്ലേ? ബുദ്ധിയില്ലാത്തവരുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ അത്ഭുതം അത്ഭുതം അത്ഭുതം. ഭുഞ്ചതേ കുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഹ കില വയം സ്വയം തു കുരവശ്ശിരാം. വൃഷ്ടികൾ കൗരവന്മാരാൽ ദാനം ചെയ്യപ്പെട്ട ഭൂഭാഗത്തെ ഭുഞ്ചതേ കില അനുഭവിക്കുന്നു, അല്ലേ? ഞങ്ങൾ ഉപാനഹ കില, ഞങ്ങളെ പാദരക്ഷ പോലെ, കുരുക്കളോ സാക്ഷാൽ ശിരസ് പോലെ, അല്ലേ? അതല്ലേ ഞങ്ങൾ പാദരക്ഷകളും നിങ്ങൾ ശിരസ്സും, അതല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അഹോ ഐശ്വര്യമത്താനാം മത്താനാമിവ മാനിനാം അസംബദ്ധ ഗിരോ രുക്ഷ ക സഹേതാനുശാസിത. മത്താനാമിവ, മത്തന്മാരെ പോലെ, മദ്യപിച്ച് മധോന്മത്തരായവരെ പോലെ, ഐശ്വര്യമത്താനാം, ഐശ്വര്യമത്തന്മാരായ മാനികളുടെ അസംബന്ധ, ഈ അന്യോന്യം ചർച്ചയില്ലാത്ത ക്രൂരമായ വാക്കുകളെ ശാസിതാൻ കാ സഹേത അഹോ. ഇങ്ങനെ കേട്ടാൽ ആർക്കാണ് രക്തം തിളയ്ക്കാത്തത്? ഉത്കൃഷ്ടന്മാരെന്ന് അഭിമാനിക്കുകയും അവിവേകികളുടെ പോലെ പെരുമാറുകയും ചെയ്യുന്ന അന്യോന്യ സംബന്ധമില്ലാത്ത വാക്കുകൾ ശാസിക്കാം എന്ന് കഴിവുള്ള ഒരാൾക്ക് എങ്ങനെയാ സഹിക്കാൻ പറ്റുക? അദ്യ നിഷ്കൗരവിം പൃഥ്വിം കരിഷ്യാമീത്യമർഷിത ഗൃഹീത്വാ ഹലമുത്തസ്ഥൗ ദഹന്യവ ജഗത്രയം അസ്യ പൃഥ്വീം. ഇപ്പം തന്നെ ഈ ഭൂമിയെ നിഷ്കൗരവിം, കൗരവന്മാരില്ലാത്തതാക്കി മാറ്റി, കരിഷ്യാമി ചെയ്യും എന്ന് പറഞ്ഞും കൊണ്ട് ദേഷ്യപ്പെട്ട് ഇതി അമർഷിത ജഗത്രയം ദഹനിവ, 3 ലോകങ്ങളെയും ദഹിപ്പിക്കുന്ന തരത്തിൽ നോക്കിയിട്ട് ഹലം ഗൃഹീത്വ, ആ ഹലത്തെ കയ്യിലിങ്ങോട്ട് എടുത്തു, കലപ്പ കയ്യിലെടുത്ത് ഉത്തസ്ഥവും എഴുന്നേറ്റങ്ങോട്ട് നിന്നു. ഞങ്ങൾ വെറും ചെരുപ്പാണെന്നല്ലേ പറഞ്ഞത്, ചെരുപ്പിൻ്റെ വലിപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞും കൊണ്ട് ബലരാമസ്വാമി കലപ്പയങ്ങോട്ട് എടുത്ത് ഹസ്തിനപുരിയെ, കൗരവന്മാരെ മുഴുവൻ നശിപ്പിക്കുക എന്ന് തീർച്ചപ്പെടുത്തി കലപ്പയങ്ങോട്ട് എടുത്തു. എന്നിട്ട്
ദേഷ്യത്തോടുകൂടി നഗരം ഉദ്വിതാര്യ, നഗരത്തെ അങ്ങോട്ട് പുഴക്കി ഗംഗായാം പ്രഹരിഷ്യൻ, ഗംഗയിലേക്ക് മറിച്ചിടാൻ വേണ്ടി ലാംഗലത്തിൻ്റെ അഗ്രം കൊണ്ട് അതിനെ കുത്തി അങ്ങോട്ട് ഉയർത്തി എന്നാണ്. നോക്കൂ, നഗരത്തിൻ്റെ ചുറ്റുമുള്ള കോട്ടമതിലിൻ്റെ വലതുഭാഗത്തിലേക്ക് ആഴത്തിൽ തൻ്റെ ഹലായുധം അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. ഇനി ഈ നഗരം മുഴുവൻ ഗംഗയിലേക്ക് അങ്ങോട്ട് പോട്ടെ. ഹസ്തിനപുരം നിൽക്കുന്ന ഭൂപ്രദേശം അടിയോടുകൂടി ഗംഗയിലേക്ക് വീഴ്ത്തുകയാണ് രാമൻ. അതിനുവേണ്ടി ആനയ്ക്ക് ആ കൊക്കി വയ്ക്കും പോലെ ഹസ്തിനപുരത്തിൻ്റെ അന്തർഭാഗത്തിലേക്ക് ഹലായുധം ആ പോലെ കലപ്പ അങ്ങോട്ട് കടത്തി വെച്ചു. ജലയാനമിവാഘൂർണം ഗംഗായാം നഗരം പതൽ ആകൃഷ്യമാണമാലോക്യ കൗരവാജാത സംഭ്രമ തമേവ ശരണം ജഗ്മു സകുടുംബ ജിജീവിഷവ സലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയ പ്രഭും. ജലയാനമിവ, വെള്ളത്തിൽ ആ ഹസ്തിനപുരി വെള്ളത്തിലുള്ളൊരു വഞ്ചി പോലെ ആഘൂർണം അങ്ങനെ തിരിഞ്ഞും കൊണ്ട് ആകർഷ്യമാണം നഗരം, ആകർഷിക്കപ്പെടുന്ന ആ രാജധാനി നിൽക്കുന്ന പട്ടണം ഗംഗയിലേക്ക് പതത്ത് വീഴാൻ പോണു എന്ന് ആലോക്യ കണ്ടിട്ട് കൗരവന്മാര് സകുടുംബ എല്ലാവരോടും കൂടി കുടുംബത്തോടു കൂടി ജാതസംഭ്രമ പേടിച്ച് സംഭ്രമത്തോടുകൂടി ജിജീവിഷവ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായി സലക്ഷ്മണം സാംബം പുരസ്കൃത്യ ലക്ഷ്മണയോടുകൂടിയ സാമ്പനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പ്രാഞ്ജലയ കുപ്പുകൈകളുമായി പ്രഭും തം ഏവ ശരണം ജഗ്മു എന്തും ചെയ്യാൻ കഴിവുള്ള ആ ബലരാമസ്വാമിയെ ശരണം പ്രാപിച്ചു എന്നാണ്. ഇനി ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ബലരാമസ്വാമിയുടെ ക്രോധമില്ലാതെയാവണം. അതിനുവേണ്ടി എല്ലാവരും ഓടി വന്നു, മുമ്പിൽ സാമ്പനെയും ലക്ഷ്മണനെയും നിർത്തി. ഇനി ഒരു തരത്തിലെങ്കിലും എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടു കൂടി ബലരാമസ്വാമിയെ ശരണം പ്രാപിക്കണു. രാമരാമാഖിലാധാര പ്രഭാവം ന വിദാമതേ മൂഢാനാം ന കുബുദ്ധീനാം ക്ഷന്തുമർഹസ്യതിക്രമം. അല്ലയോ ഹേ രാമ, തേ പ്രഭാവം ന വിദാമ, ഞങ്ങൾ അറിഞ്ഞില്ല. രാമ രാമ, എല്ലാത്തിനെയും വഹിച്ചും കൊണ്ട് സർവങ്ങൾത്തിനും ആധാരമായി നിൽക്കുന്ന ഭഗവാനെ, ഭൂമിയെ തൻ്റെ 1000 ഭണങ്ങൾക്ക് മുകളിൽ ഒരു കടുകുമണി പോലെ താങ്ങി നിർത്തിയിരിക്കുന്ന നീലാംബരധാരിയായ സംഘർഷണമൂർത്തിയാണ് ഇവിടെ ഏതാ ബലരാമനായി അവതരിച്ചത്. ആ അനന്തമൂർത്തിയെ ആനന്ദിപ്പിക്കാൻ പാകത്തിന് പറഞ്ഞു, അങ്ങയുടെ വൈഭവം ഞങ്ങൾക്ക് അറിയണില്ല. മൂഢന്മാരായ കുൽസിത ബുദ്ധിയുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ അതിക്രമത്തെ അങ്ങ് ക്ഷമിക്കണേ, ഞങ്ങളുടെ അപരാധം ക്ഷമിക്കണേ. സ്ഥിത്യുൽപത്യപ്യയാനാം ത്വമേകോ ഹേതുർനിരാശ്രയ ലോകാൻ ക്രീഡനകാനീശ ക്രീഡതസ്തേ വദന്തി. നിരാശ്രയ ത്വം, ആശ്രയമില്ലാത്ത അങ്ങ്, ഈ ലോകത്തിൻ്റെ രക്ഷാ ഉൽപ്പത്തി നാശം. സ്ഥിത്യുൽപത്തി അപ്യയാനാം സൃജതി അവതി അക്തി ഏകമായ കാരണമാണ്. ഹേ ഈശ്വര ക്രീഡത, കളിക്കുന്ന അങ്ങയുടെ ക്രീഡനകാൻ ലോകാൻ, കളിക്കോപ്പുകളായിട്ട് ലോകങ്ങളെ ആളുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങക്ക് അന്യമായി വേറൊരാശ്രയമില്ല. അങ്ങ് മാത്രം ഞങ്ങൾക്ക് ഏകാശ്രയം, അങ്ങക്ക് മറ്റൊരാശ്രയമില്ല. സൃഷ്ടുവാദി കൃത്യങ്ങൾക്ക് സർവദാ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുന്ന് ഒരു കുട്ടി കളിക്കുന്നത് പോലെ ഈ ലോകങ്ങളെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ചതുർദശ ഭുവനങ്ങൾ 14 ലോകങ്ങളും അങ്ങയുടെ കളിക്കോപ്പുകളാണ് എന്ന് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നു. ത്വമേവ മൂഢ്യതമനന്തലീലയാ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേചയ സ്വാത്മനിരുദ്ധ വിശ്വശേഷേ ദ്വിതീയ പരിശിഷ്യമാണ. ബലരാമസ്വാമിയെ ആദിശേഷനായിട്ട് സ്തുതിക്കണു. അതേപോലെ തന്നെ ഭഗവാന്റെ അവതാരങ്ങളിലൊന്നാണ്, അതുകൊണ്ട് മഹാവിഷ്ണുവായും സ്തുതിക്കണു. സഹസ്രമൂർധൻ 1000 ശിരസ്സുകളുള്ള അനന്ത, ഹേ അപരിച്ഛേദ്യ സ്വരൂപനായിരിക്കുന്നവനെ, ത്വമേവ ഇതം ഭൂമണ്ഡലം മൂർധ്നി ലീലയാ ബിഭർഷി, അങ്ങ് തന്നെ ഈ ഭൂമണ്ഡലത്തെ
തൻ്റെ ശിരസിൽ ഒരു ലീലയായി കളിയായി ധരിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനത്തിൽ ആരാണോ സ്വാത്മാവിൽ നിരോധിക്കപ്പെട്ട സമസ്തങ്ങളോടുകൂടിയവനായി അദ്വിതീയനായി രണ്ട് എന്നില്ലാത്തവനായി അവശേഷിക്കുന്നത്, അത് അവിടുന്നാണ്. അവിടുന്ന് എല്ലാത്തിനും കാരണജലത്തിൽ അങ്ങ് മഹാവിഷ്ണു രൂപേണ ശയിക്കുകയും ചെയ്യുന്നു. കോപസ്തേഖില ശിക്ഷാർത്ഥം നദ്വേഷാന്ന ച മത്സരാൽ ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തൽപരാ. സത്വഗുണത്തെ ധരിച്ചിരിക്കുന്ന അങ്ങയുടെ കോപം, ഈ ദേഷ്യമുണ്ടല്ലോ, അഖില ശിക്ഷാർത്ഥം, എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അങ്ങക്ക് ദ്വേഷമോ മത്സരമോ ഒന്നും ഇല്ല. അതുകൊണ്ട് അല്ല അങ്ങിങ്ങനെ ചെയ്യുന്നത്. അല്ലയോ ഭഗവാനെ, ത്വം സ്ഥിതിപാലന തൽപര, മര്യാദന പാലനത്തിൽ ആ സ്ഥിതി അത് വേണ്ട പോലെ നിലനിൽക്കണം എന്നുള്ളതാണ്. ഞങ്ങളിലുള്ള ദേഷ്യം കൊണ്ടോ ഞങ്ങളോട് മത്സരം എന്ന് വിചാരിച്ചിട്ടോ അല്ല അങ്ങ് ഇത്തരത്തിൽ ചെയ്യണത്. കാരണം ലോകത്തിൽ സജ്ജനസമ്മതമായിരിക്കുന്ന ചില മര്യാദകളുണ്ട്, അത് വിട്ടുപോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കോപിക്കുമ്പോൾ ലോകം മുഴുവൻ നശിക്കുന്ന പ്രളയമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ കോപം അതിനു വേണ്ടിയല്ല, മറിച്ച് ലോകമര്യാദാപാലനത്തിനു വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാ. സർവഭൂതാത്മൻ, എല്ലാത്തിലും ആത്മാവായിരിക്കുന്ന, സർവശക്തിധരനായിരിക്കുന്ന, അവ്യയനായിരിക്കുന്ന, വിശ്വകർമ്മൻ, സകല കർമ്മങ്ങളും നടത്തുന്ന തേ നമ അസ്തു, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയെ ഞങ്ങൾ ശരണാഗത, ശരണം ഗത, ഞങ്ങളിതാ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ തെറ്റുകളൊക്കെ പൊറുക്കണേ. ഇത് കേട്ടപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഏവം പ്രപന്നൈ സംവിഘ്നൈർവേപമാനായ നൈർബല പ്രസാദിത സുപ്രസന്നോ മാ ഭൈഷ്ടേത്യഭയം ദദൗ. ഇങ്ങനെ തന്നെ ശരണം പ്രാപിച്ച സംവിഘ്നൈ, ഭയപ്പെട്ട, വേപമാനായനൈ, ഇളകിക്കൊണ്ടിരിക്കുന്ന വാസസ്ഥാനത്തോടു കൂടിയ അവർ, അപ്പോഴും ആ ഹസ്തിനപുരി ഇങ്ങനെ ഇളകുകയാണ്. അവരിൽ പ്രസാദിക്കപ്പെട്ട ഭഗവാൻ സുപ്രസന്നഹാബല, വളരെ പ്രസന്നനായി മാറിയ ബലരാമൻ മാഭൈഷ്ട ഇതി അഭയം ദതു, ഇനി ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് അനുഗ്രഹം നൽകി, അവർക്ക് അഭയം നൽകി. ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുക, ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. ബലരാമൻ കാണിച്ചു തരികയാണ്, ഭയപ്പെടണ്ട, നിങ്ങൾ ആരും പേടിക്കണ്ട. മഹാന്മാരുടെ കോപം സത്യത്തിൽ അവിവേകികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളവരുടെ ഒരു ലീലയാണ്. അവരെ നശിപ്പിക്കുകയല്ല, അവരുടെ അഹങ്കാരത്തെ നശിപ്പിക്കുക. ധിക്കാരം കാണിച്ചവരെ പശ്ചാത്തപിക്കണം, അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത്. ദുര്യോധന പാരിബർഹം കുഞ്ചരാൻ ഷഷ്ടിഹായനാൻ 12 ശതാനി കുഞ്ചരാൻ. 60 വയസ്സുള്ള 1200 ആനകളെ, അതേപോലെ തന്നെ 12 ആയുധാനി തുരങ്കമാൻ, 120,000 കുതിരകളെ പാരിബർഹം ദതു, സ്ത്രീധനമായിട്ട് കൊടുത്തു. പിന്നെ രഥാനാം 6 രൗക്മാണം സൂര്യവർച്ചസാം, സ്വർണമയമായ സൂര്യകാന്തിയുള്ള, സൂര്യനെ പോലെ ശോഭിക്കുന്ന തേരുകൾ 6 6000. പിന്നെ നിഷ്കണ്ഠീനാം ദാസീനാം, നിഷ്കം എന്ന് പറഞ്ഞാൽ പതക്കം ധരിച്ച ദാസിമാര് 1000 പേരെ ദാസിമാരായിട്ട് കൊടുത്തു. ദുഹിതൃവത്സലഹ, പുത്രിയിൽ വാത്സല്യമുള്ള ആ ദുര്യോധനൻ നൽകി എന്ന് പറയുന്നു. പ്രതിഗൃഹ്യതോ തൽസർവം ഭഗവാൻ സാത്വതർഷഭ സസുത സസ്നുഷപ്രായാൽ സുഹൃദ്ഭിരഭിനന്ദിത. ഇവിടെ തൽസർവം പ്രതിഗൃഹ്യ, എല്ലാം സ്വീകരിച്ചിട്ട് സുതനോടും മകനോടും സസ്നുഷ പുത്രഭാര്യയോടും കൂടി ബലരാമൻ സുഹൃദ്ഭി അഭിനന്ദിത, സുഹൃത്തുക്കളാൽ അഭിനന്ദിക്കപ്പെട്ട് പ്രായാത്, അവിടുന്ന് തിരിച്ച് പോയി, യാത്ര തുടർന്നു എന്നാണ്.
ഭക്തന്മാരിൽ പ്രേമമുള്ള ഈശ്വരൻ അവരുടെ ആ കൊടുക്കുന്നതിനെയൊക്കെ സ്വീകരിക്കും. അത് ഭഗവാന് ആവശ്യമുണ്ടായിട്ടല്ല, ഭക്തന്മാരുടെ സന്തോഷം അതിനു വേണ്ടിയാണ്. തതപ്രവിഷ്ടസ്വപുരം ഹലായുധ സമേത്യ ബന്ധൂനനുരക്തചേതസ ശശംസ സർവം യദു പുങ്കവാനാം മധ്യേ സഭായാം കുരുഷു സ്വചേഷ്ടിതം. പിന്നീട് ഹലായുധനായ ബലരാമൻ തൻ്റെ രാജധാനിയിലേക്ക് പ്രവേശിച്ച് അനുരക്തചേതസഹ ബന്ധുൻ, തന്നോട് സ്നേഹമുള്ള ആ ബന്ധുക്കളെയൊക്കെ വിളിച്ച്, അവർക്ക് കുറച്ച് വേദന ഉണ്ടായി രാമൻ വരാതെ കണ്ടപ്പോൾ, അവരെയൊക്കെ വിളിച്ചു. എന്നിട്ട് യാദവന്മാരുടെ സഭയുടെ മധ്യത്തിൽ വെച്ച് കുരുഷു സർവം സ്വചേഷ്ടിതം, കുരുക്കളിൽ സർവമായ തൻ്റെ വ്യാപാരത്തെ, താൻ എന്തൊക്കെയാണ് ചെയ്തത്, കൗരവന്മാർ ഇങ്ങടെ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇതൊക്കെ അവിടെ പറഞ്ഞു. അദ്യാപിച്ച പുരം ഹേതൽ സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗന്ധും യാമനുദൃശ്യത്തെ. ഏതത്പുരം, ഈ പട്ടണം ഹസ്തിനപുരി, രാമൻ്റെ വിക്രമം, രാമപരാക്രമത്തെ സൂചിപ്പിച്ചും കൊണ്ട് യാം അനുഗന്ധും, ആ നദിയെ അനുഗമിക്കാനായി ദക്ഷിണതാ സമുന്നതം, തെക്കുഭാഗത്ത് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ വലതുഭാഗം കൊണ്ട് ഉയർന്നതായിട്ട് ഗംഗയിൽ വീഴാൻ ഭാവിക്കുന്ന മട്ടിലാണ് ഹസ്തിനപുരി നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലരാമസ്വാമിയുടെ അത്ഭുതകരമായ ലീല നമ്മളും ഇവിടെ സമർപ്പിക്കുന്നത്. അധ്യായം പൂർത്തിയാവുകയാണ്. ഭഗവാന്റെ ഒരു സങ്കല്പമാണത്രേ ഏട്ടനെ പറഞ്ഞയച്ചത്. ദുര്യോധനനിൽ ഏട്ടനുള്ള ശിഷ്യവാത്സല്യം ഇല്ലാതെയാവണം. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഒരിക്കലും ഏട്ടൻ തനിക്കെതിരെ നിൽക്കില്ല. കൗരവന്മാരുടെ പക്ഷത്താണ് ഏട്ടൻ്റെ മനസ്സ് എങ്കിൽ പോലും അത് തനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ആ കൗരവന്മാരിൽ ഏട്ടനുണ്ടായിരുന്ന സ്നേഹത്തെ ഇല്ലാതെയാക്കാൻ കൂടി ഭഗവാൻ ആടിയ ഒരു ലീലയാണ്, ഒരു സങ്കല്പമാണ് ഇത് എന്ന് സജ്ജനങ്ങൾ പറയുന്നു. ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. നാളെ 69ാമത്തെ അധ്യായം ആണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഭഗവാന്റെ ദിവ്യമായ ഗൃഹസ്ഥാശ്രമ ലീലകളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കുക. ഓരോ സ്ഥലത്തും ഭഗവാൻ ഓരോ തരത്തിലുള്ള ലീലകളാടി നാരദ മഹർഷിയെ അമ്പരപ്പിക്കണു എന്ന് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം
നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.